ഒരാൾക്ക് 25 കോടി രൂപയുടെ ബമ്പർ ലോട്ടറി അടിച്ചെന്ന് കേട്ടാൽ നമ്മൾ എന്താ വിചാരിക്കുക? ഓ, അയാളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നായിരിക്കും. എന്നാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അറിയാണ് അയാൾ കടക്കെണിയിലാണെന്ന്. അപ്പം നമ്മൾ വിചാരിക്കുക അയാൾ എന്ത് നിർഭാഗ്യവാനാണെന്ന്. ശരിക്കും ഇതിന് നിർഭാഗ്യം എന്ന് വിളിക്കാൻ പറ്റുമോ? ഇതിന് പിന്നിലൊരു ഫിനാൻഷ്യൽ സൈക്കോളജി ഉണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ET ടോക്സിൽ ചർച്ച ചെയ്തത്. നമസ്കാരം ഷിനോദ് സാർ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ലോട്ടറി അടിച്ച ഭൂരിഭാഗം പേരും പരാജയപ്പെട്ടു പോകുന്നു എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ശരിക്ക് പണം വരുന്നത് ഭാഗ്യം കൊണ്ടാണ്. പക്ഷെ പണം നമ്മുടെ കയ്യിൽ നിലനിൽക്കണമെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി അല്ലെങ്കിൽ സാമ്പത്തികമായ അറിവ് വേണം. അപ്പോൾ സാമ്പത്തികമായിട്ട് അറിവില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യാനുള്ള വ്യക്തമായൊരു ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനൊരു പക്ഷേ സൈക്കോളജിസ്റ്റുകൾ വിളിക്കുന്നത് സഡൻ വെൽത്ത് സിൻഡ്രം എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു തുക നമ്മുടെ കയ്യിൽ വരുമ്പോൾ മാനസികമായി ഉണ്ടാകുന്ന സമ്മർദ്ദമാണിത്. അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കയ്യിലുള്ള പണമെല്ലാം തീർന്നു പോകും. അപ്പോൾ നമുക്ക് നോക്കാം. തിരുവനന്തപുരത്തൊരു രാഘവേട്ടൻ്റെ കഥ ഉദാഹരണമായിട്ട് പറയാം. അയാൾക്ക് 10 കോടി രൂപ ലോട്ടറി അടിച്ചു. അപ്പോൾ സാറിനതിക്ക് ലോട്ടറി അടിച്ചാൽ എന്ത് നടക്കും? ഉടൻ തന്നെ അടുത്ത ബന്ധുക്കളും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടി ഓടി വീട്ടിൽ കൂടി വലിയ വാർത്തയാവും. വലിയ വാർത്തയാവും. ഇവർ ഈ ഒരു സമ്മർദ്ദം ഭീകരമായിരിക്കും. കാരണം സാമൂഹിക രാഷ്ട്രീയ സമ്മർദ്ദം ഭീകരമായിരിക്കും. അങ്ങനെ ഇവരൊക്കെ വീട്ടിലെത്തി. ഇവരെല്ലാവരും അവരുടേതായ ഓരോരോ പ്രശ്നങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഈ പ്രശ്നങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നോ പറയാൻ അറിയാത്ത ഒരാളാണെങ്കിൽ ഈ വന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും? സഹായിച്ച് വിടുന്നു. ഇത് തന്നെ കൊണ്ടുപോകും നമ്മുടെ എമൗണ്ട് കുറേ. പിന്നെ അയാൾ കരുതും ഒരു നല്ല വീട് വാങ്ങാം, അങ്ങനെ അയാൾക്കൊരു വാഹനം വാങ്ങാം. അങ്ങനെ ആൾ അത് രണ്ടും വാങ്ങി കഴിയുമ്പോഴേക്കും ചില ബ്രോക്കർമാരൊക്കെ മെല്ലെ ചുറ്റിക്കൂടും. അവിടെ കുറച്ച് സ്ഥലമുണ്ട്, ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പം അവർ ആ സ്ഥലങ്ങളൊക്കെ ഇയാളുടെ തലയിലിടും. അത് കഴിഞ്ഞിട്ട് ചിലപ്പം ബിസിനസ് ഐഡിയകളുമായിട്ട് ചില ഫ്രണ്ട്സ് വരും. ഞാൻ ഇങ്ങനൊരു ബിസിനസ് നമുക്ക് തുടങ്ങാം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അയാൾ കുറച്ച് കാലം കൊണ്ട് ഈ പൈസയ്ക്ക് തീരുമാനമാക്കും. അങ്ങനെ തീരുമാനമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ കുറേ പണം സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കൊക്കെ കൊടുത്തു. അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കൊടുത്തു. കുറച്ച് അയാൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വീടും കാറും മറ്റ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കൊടുത്തു. പിന്നെ കുറച്ച് പൈസ അവിടെ സ്ഥലം വാങ്ങും. പിന്നെ ബിസിനസ് സ്ഥലം വാങ്ങുന്നത് നഷ്ടമാണെന്നല്ല പറയുന്നത്. പക്ഷേ എവിടെയെങ്കിലും ലോക്കായി കിടക്കുന്ന സ്ഥലമൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ആൾക്കാർ തലയെ കൊണ്ടുപോയിടുക. പിന്നെ ബിസിനസ്സിൽ പണം ഇറക്കാൻ വേണ്ടി ധാരണയിലായി അതിന് കുറച്ച് പണമൊക്കെ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അവിടെ പൈസ തീർന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതുകൂടാണ്ട് കൂടുതൽ പൈസ കിട്ടുമ്പോൾ ഇയാളുടെ ലൈഫ് സ്റ്റൈൽ ജീവിത രീതിയും വ്യത്യാസം വരും. അതിൽ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ വലിയ ഒന്നുമില്ല. കാരണം ഒരു വർഷം കൊണ്ട് പണം തീർന്നു എന്ന് പറയുമ്പോൾ വലിയ എങ്ങനെയാണ് ഇത്രയും പണം ഒരു വർഷം കൊണ്ട് തീർക്കാമെന്ന് വിചാരിച്ചാൽ തീർന്നോളും, അല്ലെങ്കിൽ എല്ലാവരും കൂടി തീർത്തോളും. അപ്പോൾ ഇതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലൊരു ഏജൻസി നടത്തിയ ഒരു പഠനം അനുസരിച്ച് ഇങ്ങനെ ലോട്ടറി അടിച്ച് കിട്ടുന്ന പണമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടാതെ കിട്ടുന്ന പണമോ അത് ലഭിച്ചവരെല്ലാം തന്നെ, ലഭിച്ചവരിൽ ഭൂരിഭാഗം വെച്ചാൽ ഏകദേശം 70% പേര് 5 വർഷം കൊണ്ട് ആ പണം കാലിയാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ലോകത്ത്, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് എല്ലായിടത്തുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിൽ ലോട്ടറി അടിച്ചോ മറ്റേതെങ്കിലും രീതിയിൽ കിട്ടിയ പണം 5 വർഷം കൊണ്ട് അവർ 70% പേരും കാലിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കഥയല്ല. ഇത് ലോകത്താകെ നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് വ്യക്തമായ സാമ്പത്തിക അറിവില്ലാത്തതാണ് പ്രശ്നം. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ തുകയും നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ 25 കോടി ബമ്പർ അടിച്ച് 25 കോടിയും കിട്ടും എന്നുള്ളതാണ്. അങ്ങനെയാണോ? നമുക്ക് എത്ര തുകയാണ് നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുക? ഇത് വേറൊരു തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന സാധനമാണ്. കാരണം എന്താ പറയുക, നമുക്ക് 10 കോടി ലോട്ടറി അടിച്ചാൽ 10 കോടി വെച്ചുള്ള സ്വപ്നങ്ങളാണ് നമ്മൾ കാണാൻ തുടങ്ങുന്നത്. പക്ഷേ അത് തെറ്റാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇൻകം ടാക്സ് നിയമം അനുസരിച്ച് 194B പ്രകാരം 30% ഒറ്റയടിക്ക് പോകും. അപ്പം 10 കോടിയിൽ എത്ര പോയി? 3 കോടി പോയി. പിന്നെ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ സെസ്, സർചാർജ്, അങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞിട്ടൊരു 10 മുതൽ 15% വരെ പോകും. അപ്പോൾ കഷ്ടി ഒരു 6 കോടിയോ 10 കോടിയിൽ 6 കോടിയോ 6.5 കോടിയൊക്കെ കൈ കിട്ടുള്ളൂ. ഈ 6.5 കോടി, ഈ 3.5 സ്ട്രെയിറ്റ് അവേ പോയി. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ കാണൂല. ഇത് കാണാതെയാണ് ആളുകൾ എല്ലാ സ്വപ്നങ്ങളും കാണുന്നത്. വേറൊരു സാധനം എന്ന് പറയുന്നത് മെൻ്റൽ അക്കൗണ്ടിങ് ബയാസ് എന്ന് പറയുന്ന സാധനമുണ്ട്. മെൻ്റൽ അക്കൗണ്ടിങ് ബയാസ് നല്ല ഉദാഹരണം പറയാം. നമ്മളിപ്പം ഉദാഹരണത്തിന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും തരുന്ന പണം ഉപയോഗിച്ച് ചിലവാക്കുമ്പോൾ
നമുക്ക് യാതൊരു നിയന്ത്രണം ഉണ്ടാവില്ല. നമ്മൾ ആർഭാടമാണ്. പക്ഷെ പിന്നെ എപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുന്നത്, അപ്പോൾ നമ്മൾ ജോലി കിട്ടി നമ്മുടെ ഒരു 100 രൂപ ചിലവാക്കുമ്പോൾ നമുക്ക് കൈ കൊള്ളും. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ പണം എന്ന് പറയുന്നത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമല്ല, നമുക്ക് വെറുതെ കിട്ടിയ പണമാണ്. അപ്പോൾ ഇത് ചിലവാക്കുമ്പോൾ നമുക്ക് നമ്മുടെ പണം ചിലവാക്കുമ്പോഴുള്ള ഒരു വേദന ഉണ്ടാവില്ല, നമ്മൾ നല്ല പോലെ ചിലവാക്കും. അതുകൊണ്ട് ഇത്തരം പണം കിട്ടുമ്പോൾ അത് വളരെ പെട്ടെന്ന് തീർന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ ഭൂരിഭാഗം പേഴ്സൻറ്റേജ് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുമെന്ന് സ്വപ്നം കാണണ്ട. ടാക്സ് ആയിട്ട് പല പേരുകളിലായിട്ട് കുറേ പണം പോകും. ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പണം നമ്മൾ എങ്ങനെയാണ് സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്? എനിക്ക് പറയാനുള്ളത് ഒന്നും ചെയ്യരുത് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കൂളിംഗ് പീരീഡാണ്. നമ്മൾ ആദ്യത്തെ ഒരു 6 മാസമോ 1 വർഷമോ ഒന്നും ചെയ്യാതിരിക്കുക. നമുക്ക് പലതും പറഞ്ഞു തരാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റും കൂടി നിൽക്കും. ഒന്നും ചെയ്യേണ്ട. അതൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫണ്ടിലൊക്കെ ഇട്ടിട്ട് അവിടെ കിടന്നോട്ടെ. എന്നിട്ട് നമ്മൾ ആലോചിക്കുക എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. നമ്മൾ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ആലോചിക്കുക. നമുക്ക് സ്വതന്ത്രമായിട്ട് ആലോചിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ അറിവുള്ള സാമ്പത്തിക വിദഗ്ധരുമായിട്ട് ആലോചിച്ച് നമ്മളൊരു ധാരണയിലെത്തുക. ഇപ്പോൾ ലോട്ടറി അടിച്ചവർക്കൊക്കെ ഗവൺമെൻറ് മുൻകൈ എടുത്ത് വേണ്ട സാമ്പത്തിക അവബോധ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാരണം ഈ പണം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് വ്യക്തമായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പണത്തിനെ 3 ബക്കറ്റായിട്ട് തിരിക്കുക. 3 ബക്കറ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മളൊരു സേഫ്റ്റി ബക്കറ്റ് ഉണ്ടാക്കുക. ഈ സേഫ്റ്റി ബക്കറ്റിൽ നമ്മൾ ഏറ്റവും നല്ല മാർഗ്ഗം നമ്മളൊരു പാസീവ് ഇൻകത്തിന് വേണ്ടി ശ്രമിക്കാം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന് എഫ് ടിയിൽ പണം നിക്ഷേപിക്കാം, പിന്നെ മ്യൂച്വൽ ഫണ്ടിലാകാം, ഗോൾഡിലാവാം. അപ്പോൾ ഈ പണം അവിടെ നമ്മൾ നിക്ഷേപിക്കുന്നതോടുകൂടി നമുക്ക് അതിനൊരു പാസീവ് ഇൻകം കിട്ടും. നമുക്ക് കിട്ടിയ പണത്തിൻ്റെ ഒരു 60% നമ്മൾ ഈ രീതിയിൽ പാസീവ് ഇൻകത്തിൽ നിക്ഷേപിക്കുന്നതാണ് നല്ലത്. തുടക്കത്തിലും നമുക്ക് ഏറ്റവും സേഫായ മാർഗ്ഗം എന്ന് പറയുന്നത് അതാണ്. 2 എന്ന് പറയുന്നത് നീഡ്സിൻ്റെ ബക്കറ്റാണ്. നമുക്ക് കടങ്ങളുണ്ടായിരിക്കാം, നമുക്ക് ബാധ്യതകളുണ്ടായിരിക്കാം. ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പണത്തിൻ്റെ ഒരു ഭാഗം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബക്കറ്റായി തിരിക്കുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ബക്കറ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി ബക്കറ്റാണ്. രണ്ടാമത്തെ ബക്കറ്റ് എന്ന് പറയുന്നത് നീഡ്സ് ബക്കറ്റാണ്. നീഡ്സ് ബക്കറ്റിൽ നമുക്ക് എന്തെങ്കിലും ബാധ്യതകളോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തീർക്കാം. മൂന്നാമത്തെ ഇതാണ് ഫണ്ട് ബക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഫണ്ട് ബക്കറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും പറയുന്ന സാധനമുണ്ട്, നമുക്ക് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെന്ന്. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ഉദാഹരണത്തിന് ലോട്ടറി അടിച്ച ഒരാൾക്ക് കാശ്മീർ പോകാൻ ആഗ്രഹമുണ്ട്, നടക്കട്ടെ. അയാൾക്ക് യൂറോപ്പ് ചുറ്റാൻ ആഗ്രഹമുണ്ട്, നടക്കട്ടെ. അപ്പോൾ അത്തരം ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതോടൊപ്പം ദാനധർമ്മങ്ങൾക്കും എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു കാറ്റഗറിയിലാണ്, ഈ ഫണ്ട് ബക്കറ്റ് ഏരിയയിലാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. പക്ഷെ അത് 10% കൂടരുത്. എന്ന് വെച്ചാൽ 6.5 കോടി കിട്ടിയ ഒരാൾ ഈ കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഒരു 6.5 ലക്ഷം മാത്രമേ ചിലവാക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാനും അതുപോലെ ചാരിറ്റി ആണെങ്കിലോ അല്ലെങ്കിൽ കൂട്ടുകാരെ സഹായിക്കാനാണെങ്കിലോ എല്ലാ കാര്യത്തിനും ഈ ഒരു ഫണ്ടിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, അത് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് കുറേയും കൂടി ഒരു സാമ്പത്തിക സുസ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. പാസീവ് ഇൻകം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ലോക്കായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മലയാളികളോട് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ളവരോട് എപ്പോഴും ചോദിച്ചാൽ അവർ പറയുന്ന ഒരു കാര്യമാണ് ബിസിനസ് ചെയ്ത് രക്ഷപ്പെടണം, ബിസിനസ്സാണ് ഇനി മുന്നോട്ടുള്ള ജീവിതം എന്നൊക്കെ. അതിപ്പം ലോട്ടറി അടിച്ചവരും ബിസിനസ്സിൽ കൊണ്ടുപോയിട്ട് വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, അത് ബിസിനസ് പൊട്ടിപ്പോകാറുമുണ്ട്. എന്താണ് ഇതിന് പിന്നിലൊരു കാരണം? അറിയുന്ന പണിക്ക് പോകണം, അറിയാത്ത പണിക്ക് പോകുന്നപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ലോട്ടറി അടിച്ച് കുറേ പണം വരുമ്പോൾ നമുക്ക് ഓവർ കോൺഫിഡൻസ് ആവും. നമ്മൾ ബിസിനസ് മാഗ്നറ്റ് ആവുന്നത് സ്വപ്നം കാണും, അംബാനി ആവുന്നതും അതുപോലെ അദാനി ആവുന്നതൊക്കെ നമ്മൾ സ്വപ്നം കാണും. അങ്ങനെ നമ്മൾ പോയിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും പണിയിൽ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ നമ്മൾ പണം നിക്ഷേപിക്കും. ഒരു നല്ല ഉദാഹരണം, കോട്ടയത്തോ മറ്റോ ഒരു റബ്ബർ കർഷകന് ലോട്ടറി അടിച്ചു. ലോട്ടറി അടിച്ച് ഉടൻ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, ഇയാൾ പോയിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങി. ഇയാൾക്ക് റെസ്റ്റോറൻറ്റ് ABCD അറിഞ്ഞുകൂടാ. ഇയാളുടെ കയ്യിലുള്ള പണം മുഴുവൻ ഇട്ട് പൊട്ടിച്ച് നല്ലൊരു ഹോട്ടൽ തുടങ്ങി. ആദ്യ സമയത്ത് എല്ലാവരും കൈയടിച്ച് എല്ലാം ചെയ്തു. 2 വർഷം കൊണ്ട് ഇയാളുടെ കയ്യിലെ പൈസയും തീർന്ന് ഹോട്ടലും പൂട്ടി. അപ്പം അറിയുന്ന പണിക്ക് നമ്മൾ പോകാൻ പറ്റും, അറിയാത്ത പണിക്ക് പോകരുത്. പക്ഷെ അറിയാത്ത പണിക്ക് നമുക്ക് പോകാം. എങ്ങനെയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻഡെക്സ് ഫണ്ടിലൂടെ, നേരത്തെ പറഞ്ഞു, നമ്മൾ പാസീവ് ഇൻകത്തിലൂടെ നമ്മൾ ആദ്യം സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു FTയിലൂടെ നമ്മൾ സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു ഇൻഡെക്സ് ഫണ്ടിലൂടെ നമ്മൾ സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ
ആ പണം നമുക്ക് അവിടെ കിടന്ന് റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കോൺഫിഡൻസ് അവിടെ ഉണ്ട്, നമ്മൾ ആ ഒരു ബേസ് അവിടെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ബേസ് നമുക്ക് വേണം. നമുക്ക് നാളേക്കുള്ള നമ്മുടെ ഫ്യൂച്ചറിനുള്ള ഒരു ബേസ് അവിടെ വേണം. ഈ ബേസ് ഉണ്ടാക്കാതെ നമ്മൾ എല്ലാ പണവും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒന്നിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് പൊട്ടത്തരമാണ്. അപ്പോൾ ഈ റബ്ബർ കർഷകൻ എന്താ ചെയ്തത്, അയാളുടെ എല്ലാ പണവും ഈ ഒരു ഹോട്ടൽ എന്ന് പറയുന്ന സ്വപ്നത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അയാൾക്ക് അറിയാത്ത ജോലിയായിരുന്നു, ആ ജോലിയിൽ വൻ പരാജയമായിട്ട് മാറി. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ പ്രൊഫഷണൽ അഡ്വൈസ് തേടുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് വലിയ തുകകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സെബിയുടെ രജിസ്റ്റേർഡായ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ അടുത്തോ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം, ഞാൻ ഈ പണം ഇങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, എൻ്റെ അക്കൗണ്ടിലേക്ക് ലോട്ടറി അടിച്ചതിലൂടെ ഇത്ര പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, ഈ പണം അവിടെ കിടക്കുമ്പോൾ ഇത്ര ഇൻട്രസ്റ്റ് റേറ്റ് വരും, ഈ ഇൻട്രസ്റ്റ് റേറ്റിന് TDSോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാധ്യതകളോ വരുമോ, എന്തായാലും ഈ ഇൻട്രസ്റ്റ് ചേർന്നാൽ തന്നെ എൻ്റെ ഇൻകം ടാക്സ് ലേബിൾ വർധനവ് വരും, അപ്പോൾ ഞാൻ പിന്നെ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരും, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം എന്താ, ഉദാഹരണത്തിന് എനിക്ക് കിട്ടിയ 7 കോടി ഞാൻ എൻ്റെ അക്കൗണ്ടിൽ തന്നെ വെച്ചു എന്ന് കരുതുക. 7 കോടിക്ക് എനിക്ക് 8%, 7% ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഉണ്ടാക്കുന്ന വരുമാനം ഉണ്ടല്ലോ, അതൊരു റവന്യൂ ആണല്ലോ. ആ റവന്യൂവിന് ഞാൻ എന്ത് കൊടുക്കേണ്ടി വരുമോ, നികുതി കൊടുക്കേണ്ടി വരുമോ? അപ്പോൾ ആ നികുതി ചിലപ്പോൾ നമ്മൾ കാണൂല. നമ്മൾ പെട്ടെന്ന് ഒരു ബില്ല് വരുമ്പോഴാണ് അല്ലെങ്കിൽ ഇൻകം ടാക്സിന് നോട്ടീസ് വരുമ്പോഴാണ് അറിയുന്നത് ആ പലിശ എൻ്റെ ഇൻകം ആണെന്നും അതിന് ഞാൻ TDS കൊടുക്കേണ്ടി, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ആ പണം അടയ്ക്കാൻ മാർഗ്ഗം ഉണ്ടാവില്ല, കാരണം ഓൾറെഡി എല്ലാ പണം കൂടി എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഫഷണൽസിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം എന്തൊക്കെയായിരിക്കും എൻ്റെ ടാക്സിൻ്റെ കോംപ്ലിക്കേഷൻ, ഈ പൈസ കിട്ടിയ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. കടം കൊടുക്കുകയാണെങ്കിലും പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും അത് വ്യക്തമായ ധാരണപ്പുറത്തായിരിക്കണം. ഉദാഹരണത്തിന് ഒരു അടുത്ത ഫ്രണ്ടിന് പോലും പണം കടം കൊടുക്കുകയാണെങ്കിൽ അത് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി, പണമായിട്ട് കൊടുക്കണ്ട. പിന്നെ നമുക്കത്ര വിശ്വാസമില്ലാത്തൊരു ആളാണെങ്കിൽ നമ്മൾ എഗ്രിമെൻ്റ് എഴുതിയിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതൊരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അതിന് വ്യക്തമായ ഒരു എഗ്രിമെൻ്റ് വേണം. കാരണം അധിക പാർട്ട്ണർഷിപ്പും തല്ലിപ്പിരിയാൻ കാരണം എന്താ, അതിന് വ്യക്തമായ അതിർവരമ്പുകളില്ല. നല്ല അതിർവരമ്പുകളില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും എന്താണ് വരിക, എല്ലാ പണിയും ഞാൻ എടുക്കുന്നത്, അവനൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനും പിന്നെ ഇത് തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഒരു വ്യക്തമായ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡോ ഒക്കെ നമ്മൾക്ക് വേണം. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പോകണമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് നമ്മൾ ആ റബ്ബർ കർഷകൻ്റെ കാര്യം തന്നെ എടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കണം. നമ്മൾ ഉദാഹരണത്തിന് ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം. ഞാൻ ഈ ലൊക്കേഷനിൽ ഒരു ഹോട്ടൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, എൻ്റെ കോമ്പറ്റീഷൻ ആരൊക്കെയാണ്, ഹോട്ടലിൽ സാധനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ലൈസൻസുകളാണ് വേണ്ടത്, എനിക്ക് വരാൻ പോകുന്ന ചലഞ്ചുകൾ എന്തൊക്കെയാണ്, എത്ര പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, എനിക്ക് എത്ര കാലം കൊണ്ട് ഞാൻ ഇറക്കുന്ന പണം തിരിച്ചു കിട്ടും, ഇതെല്ലാം വ്യക്തമായിട്ട് കണക്ക് കൂട്ടുന്ന ഒരു പ്രൊജക്റ്റ് നമുക്ക് വേണം. ഈ പ്രൊജക്റ്റ് നമുക്കുണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഉണ്ടാക്കുന്ന പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ഈ പ്രൊജക്റ്റ് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫൈനൽ തീരുമാനം ഇത് വേണോ വേണ്ടേ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആദ്യം തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ പ്രൊജക്റ്റ് കിട്ടിയിട്ട് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നല്ലൊരു തീരുമാനം എടുക്കാൻ. പിന്നെ നമ്മൾ പലപ്പോഴും ഇതുവരെ ഈസി മണിയാണുള്ളത്. കാരണം നമുക്കൊരു എനർജി ഇല്ലാണ്ട് നമ്മളൊരു എഫേർട്ട് എടുക്കാണ്ട് കിട്ടിയ പണം ആയതുകൊണ്ട് തന്നെ പണത്തിന് നമുക്ക് മൂല്യം കുറച്ച് കുറവായിരിക്കും. നേരത്തെ പറഞ്ഞ ആ ബയാസ് ഇത് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ പണം വെറുതെ ദൂർത്തടിക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാം. 2000 കാലത്ത് ഞാനൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. ഈ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തിട്ട് അന്ന് നമുക്ക് ഈ സാമ്പത്തിക കാര്യങ്ങളൊന്നും വലിയ പിടിപാടില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. ആ ഓഫീസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഇന്നൊവേഷൻ അല്ലെങ്കിൽ അതിന് ഇൻറ്റീരിയറായ ഡിസൈനിന് വേണ്ടി മാത്രം ചിലവാക്കിയിരിക്കുന്നത് 96 ലക്ഷം രൂപയാണ്. 2000-ലോ? ആ അപ്പോൾ അത്രയും പണം അവിടെ ആ ഒരു ഇൻറ്റീരിയർ ഡിസൈനിന് വേണ്ടി ചിലവാക്കുക എന്ന് പറയുന്നത് ശുദ്ധ പൊട്ടത്തരമാണ്. കാരണം എന്താ, ഈ ഇൻറ്റീരിയർ ഡിസൈൻ കൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഡെഡ് മണിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ തുടക്കത്തിൽ തന്നെ പോയിട്ട് ആ ഹോട്ടലിനെ നമ്മൾ ഈ രീതിയിൽ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആക്കി മറയ്ക്കാൻ നോക്കണ്ട. മറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം, പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി. ചിലപ്പോൾ ഒരു കൺസെപ്റ്റ് ഹോട്ടലാണ് വർക്ക് ചെയ്യാൻ തിരിച്ചറിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം,
ഇത്തരം കാര്യങ്ങളിൽ നിക്ഷേപിക്കണം. പിന്നെ പ്രോപ്പറായ രേഖകൾ വേണം എല്ലായിടത്തും. നമ്മൾ എല്ലാ സംഗതികളും പ്രോപ്പറായി നിയമപരമായിട്ട് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഒരു നിയമപരമായ ലോക്ക് വന്നാൽ, ഉദാഹരണത്തിന് ഫുഡ് സേഫ്റ്റീൻ്റെ ലൈസൻസ് ഇല്ലാണ്ട് നമ്മൾ ഈ പണി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലോക്കായി പോകും. പിന്നെ അതിൻ്റെ കേസിൻ്റെ പിറകെ പോകാൻ നമുക്ക് നേരം കാണും. അപ്പോൾ തീർച്ചയായിട്ടും നിയമപരമായിട്ട് എല്ലാ രേഖകളും വേണം. അതുപോലെ ഉദാഹരണത്തിന് ഒരു ഹോട്ടൽ തന്നെയാണ് നമ്മൾ വീണ്ടും ഉദാഹരണമായിട്ട് പറയുന്നത്. ആ ഹോട്ടലിലെ ഒരു കൗണ്ടറിൽ നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, നല്ലൊരു സോഫ്റ്റ്വെയർ വേണം. നമ്മളെന്തിനാണ്, നിങ്ങൾ കണ്ടു കാണും, ഹോട്ടലിൽ പലപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബില്ല് ചോദിച്ചാൽ ഉടൻ തന്നെ ഒരു വട്ടടും. അതെന്തിനാന്ന് മനസ്സിലായിട്ടുണ്ടോ? അത് നമ്മൾ തരുന്ന ബില്ല് GST ഉള്ള ബില്ലാണ്. അപ്പോൾ ആ ബില്ല് നമ്മൾ വട്ടിടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ബില്ലൊക്കെ അവിടെ നിലനിർത്തി ബാക്കിയുള്ള ബില്ല് ഒറ്റയടിക്ക് അവർ ഡിലീറ്റ് ചെയ്യും. കാരണം അതിന് കണക്ക് കൊടുക്കണ്ട. അതുകൊണ്ടാണ് പലപ്പോഴും ഹോട്ടലിന് ബില്ല് വാങ്ങിയിട്ട് നമ്മൾ ചുരുട്ടി വേറെ എവിടെയും കയറും. കാരണം നമ്മൾ ബില്ല് വാങ്ങിയാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമോ ഇല്ലെന്ന് അവർക്ക് അറിയാത്തത് കൊണ്ട് അവരത് റൗണ്ട് ഇട്ട് വെക്കുകയും അവർ കണക്കിൽ വെക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയ GST ഒരു സർക്കാരിന് അടയ്ക്കില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പം എന്തിനാണ് നമ്മൾ അങ്ങനത്തെ പണിക്കൊക്കെ പോകുന്നത്? കാരണം എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പോലും നമ്മളെ രക്ഷിക്കാൻ ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ആളെടുത്ത് GST വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിലേക്ക് കൊടുത്താൽ പോരെ. നമ്മളെന്തിനാണ് ആ പണം കൂടി സേവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്? ആവശ്യമായ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ നടത്തുന്ന ബിസിനസ് അല്ലേ. അപ്പോൾ നമ്മൾ നിയമപരമായ മാർഗ്ഗങ്ങളിലൂടെ എല്ലാം വേണ്ടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തെറ്റായ മാർഗ്ഗങ്ങളിലൂടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും ലോക്കാവാൻ സാധ്യതയുണ്ട്. ഉപദേശം തരാൻ ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. ഏറ്റവും നല്ലത് കൂളിംഗ് എന്ന് വെച്ചാൽ ആ ഒരു ഏറ്റവും തണുത്ത മനസ്സോടുകൂടി നിന്നിട്ട് നല്ല തീരുമാനം എടുക്കാൻ വേണ്ടി നോക്കുക. നല്ല തണുത്ത രക്തത്തിൽ തീരുമാനം എടുക്കുക. ഈ ലോട്ടറി അടിച്ച ആവേശത്തിൽ നമ്മളൊന്നും ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. അതിനുവേണ്ടി പ്രോപ്പറായ ഉപദേശങ്ങൾ തേടി പോകണം. ആ ഉപദേശങ്ങൾ തേടി പോകുന്ന ഒരിക്കലും നാണക്കേടായിട്ട് വിചാരിക്കരുത്. ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആ ബിസിനസ് മേഖലയിൽ ആ ഉപദേശം നൽകാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ നേരത്തെ സക്സസ് ആയ ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വേണ്ടത്ര റിസർച്ച് നടത്തിയിട്ടൊക്കെ വേണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മുടെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് ചാടി ഇറങ്ങിയിട്ട് നമ്മൾ നഷ്ടത്തിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പണം നമ്മൾ എനർജി ഇല്ലാതെ കിട്ടിയ പണമാണെങ്കിൽ പോലും കളയാൻ നിൽക്കരുത് എന്നാണ് പറയാനുള്ളത്. ഷിനോദ് സാർ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, ഭാഗ്യം നമ്മളെ തേടി വന്നേക്കാമെന്ന്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഭാഗ്യം നമ്മളെ തേടി വന്നേക്കാം, പക്ഷേ ആ പണത്തെ ബഹുമാനിച്ചാൽ മാത്രമേ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വരുന്ന പണം അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പണത്തേക്കാൾ ശ്രദ്ധ ആവശ്യമാണ് അത് സംരക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.